about drive, it's about power. Hi guys, welcome back to our channel. അപ്പം പ്രിവ്യൂ കണ്ടതുപോലെ തന്നെ നമ്മളിന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ റീൽസാണ്. ഓക്കെ, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Ladies and gentlemen, her. അപ്പോൾ നമുക്ക് നേരെ എഡിറ്റിങ്ങിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് ക്യാപ് കട്ട് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു VPN കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ചൂസ് ചെയ്തേക്കുന്നത് ഏതെങ്കിലും ഒരു VPN മതി. ഞാനിവിടെ ചൂസ് ചെയ്തേക്കുന്നത് ടാബോ VPN ആണ് കണക്ട് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുക, ടാപ്പ് ടു കണക്ട് കൊടുക്കുക. ഓക്കെ, കണക്ട് ആയതിനു ശേഷം ക്യാപ് കട്ട് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ക്യാപ് കട്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓപ്പൺ ചെയ്തതിന് ശേഷം ന്യൂ പ്രൊജക്റ്റ് ചൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് വേണ്ടുന്നതായ പിക്ക് ചൂസ് ചെയ്യുക. പിക്ക് ചൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു പേജിലേക്ക് ഓപ്പൺ ആയി വരും. എന്നാൽ നമുക്ക് ഇവിടെ തൊട്ട് ഒരു സ്ക്രീൻ റെക്കോർഡും കൂടെ ആവശ്യമുണ്ട്. ഓക്കെ, അന്നേരം സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കിയതിന് ശേഷം പിക്കിലൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അപ്പോൾ താഴെ കുറച്ച് ഓപ്ഷൻസ് കാണാം. അതിനകത്ത് സ്റ്റൈല് ചൂസ് ചെയ്യുക. അതിനകത്ത് ഫിഫ്ത്ത് ഓപ്ഷനായ 3D Zoom Pro എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, അത് 100% ആകുമ്പോഴത്തേക്ക് ടിക്ക് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് താഴെ തന്നെ എഫക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്, ജസ്റ്റ് ചൂസ് ചെയ്യുക. അതിനകത്ത് ടോപ്പിൽ പാർട്ടി എന്ന് പറയുന്നതിനകത്ത് സ്ട്രോബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്, ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ടിക്ക് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ വെച്ച് സ്ക്രീൻ റെക്കോർഡ് ഓഫ് ചെയ്യാം. ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്കിനി വേണ്ടത് VN എഡിറ്ററാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓപ്പൺ ആക്കിയ ശേഷം ന്യൂ പ്രോജക്റ്റ് കൊടുക്കുക. ന്യൂ പ്രോജക്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ചെയ്ത സ്ക്രീൻ റെക്കോർഡും എക്സ്പോർട്ട് ചെയ്ത വീഡിയോയും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ക്രോപ്പ് സൈസ് 9:16 ആക്കുക. ഓക്കെ, ടോപ്പിൽ ഒറിജിനൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അതും 9:16 ആക്കുക. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം മ്യൂസിക്കിൻ്റെ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഈ ഓഡിയോ ഒന്ന് അതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഈ ഓഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ബീറ്റ് വരുന്നതുകൊണ്ട് അവിടെ നിന്ന് മാർക്ക് ചെയ്തേക്കുക. അറൗണ്ട് 9 സെക്കൻഡ്സിൻ്റെ ആണ് വരുന്നത്. ഓക്കെ, അവിടെ ഒരു ബീറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ടിക്ക് കൊടുക്കുക. ഓക്കെ, നമുക്കിനി ഈ ടൈം ലൈനിൽ ആ ബീറ്റ് വരുന്നിടം വരെ മാത്രം നമുക്ക് സ്ക്രീൻ റെക്കോർഡ് കാണിച്ചാൽ മതി. സ്ക്രീൻ റെക്കോർഡിൻ്റെ സ്പീഡൊന്ന് 2x ആക്കുക. 2x ആക്കിയതിന് ശേഷം ആ ബീറ്റ് മാർക്ക് വരുന്നിടം വരെ വെച്ച് ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് കളയുക. ഓക്കെ, ഇനി വീഡിയോ ഒന്ന് ഓവറോൾ ചെക്ക് ചെയ്യുക, സിങ്ക് ആയിട്ടുണ്ടോ എന്നുള്ളത്. എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. താഴെ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അതിൽ DM ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗായ്സ്, സീ യു നെക്സ്റ്റ് വീഡിയോ.